ഇതെന്താ കുഞ്ഞത് കലക്കവെള്ളം മാങ്ങ ജ്യൂസാ എവിടെ നിന്ന് നമുക്ക് മാങ്ങ ഈ പച്ചമാങ്ങ മുഴുത്ത് ജ്യൂസ് ഉണ്ടാക്കി ആരുണ്ടാക്കി അടകിച്ച നീ പണി പറ്റിച്ചില്ലേ അതാ പൊന്നായിരിക്കും വേണം ജ്യൂസ് ഇഞ്ചി വേണം ശരി കുഞ്ഞുണ്ണി അനക്കെന്താ വേണ്ട എന്നാ ഉണ്ടാക്ക കുറച്ചുണ്ടാക്ക കിച്ചോ കുട്ടികൾ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താ കുഞ്ഞിന് വേണ്ടേ കുഞ്ഞാ എന്താണ് അതാ പൊന്നു കപ്പോട്ടപ്പത്തി വെച്ചപ്പോ പൊട്ടു അവൻ ജ്യൂസ് വേണമെന്ന് പറയുന്നത് പിന്നെ മതിയെന്നും അല്ല പറഞ്ഞ് കുട്ടിക്ക് ജ്യൂസ് വേണത്തെ നിർത്തി കൊടുക്ക അതൊന്നും എത്തില്ല മഴ പോയോ അയ്യോ വിറകൊക്കെ ടാർപ്പായൊക്കെ ഇട്ട് മൂടിയപ്പോൾ മഴ പെയ്തപ്പോളോ ഓ അമ്മയുടെ അടുത്ത് ബിസ്ക്കറ്റ് വാങ്ങിക്കാനാ സൂന്യെ കുഞ്ഞിന് എൻ്റെ അടുത്ത് ബിസ്ക്കറ്റ് വാങ്ങിക്കോ റിക്വസ്റ്റ് ഇട്ടിരുന്നു എന്തത്തെ ദോശ എന്തത്തെ ദോശ പൊന്ന ഇന്ന് അമ്മയ്ക്ക് ശിവരാത്രി ആണല്ലോ ഇന്ന് കുട്ടറ അമ്മയ്ക്ക് ശിവരാത്രി ആണല്ലോ അല്ലേ പൊന്നെ നല്ല ജ്യൂസ് കൊടുത്തോ ഇരുന്ന് കുരക്കട്ടെ രാത്രി പൊന്നു അതാ നല്ല കുടിച്ചു നമ്മടെ പണപ്പെട്ടി കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ പിന്നെ എന്റെ പണപ്പെട്ടി കണ്ടുപിടിച്ചു പെട്ടു ഇക്കുണ്ട് ചിപ്സ് ഇക്കുണ്ട് ചായ കുടിക്കാം ആണ്ടാ എന്താ സുഖന്റെ ചായക്ക് കടിയുണ്ട് ഒരു സ്പെഷ്യൽ കടിയുണ്ട് ആ കൈയും കാലൊന്നല്ല അത് തുറന്നു നോക്കി നടുവത്തെ അതില് എന്താ അതല്ല അപ്പുറത്തെ അതന്നെ എന്താണ് ഉപ്പ് വെള്ളം നല്ലല്ലേ അതെടുക്ക് ചായക്ക് പറ്റിയതാണതേ നിലക്കടല ഒരു പാക്കറ്റ് നിലക്കടല ഒരു പാക്കറ്റ് ഉപ്പ് കടല ഇതിനെന്താ നമ്മളോട് പറയാന്നറിയോ അല്ല ഇതിന് വേറെന്തോ ഒരു കടല അറിയില്ല ഉപ്പ് കടലയില്ല ഇതെന്താ വേറെന്തായാലും പേര് മറന്നല്ലോ ദൈവം അതല്ല അത് വേറെ അത് കറി വെക്കുന്ന കടല വേറെ അത് പട്ടാണിക്കടലില്ല പൊട്ടുകടലില്ല എന്തായാലും അത് അമ്മയുടെ ചോദിച്ചൊക്കെ അമ്മയ്ക്ക് അറിയല്ലോ എനിക്കറിയില്ല ഓർമ്മല്ല മറന്നുപോയി ഞാനത് മഴ മൂടലിൽ കൂടിയപ്പോൾ ചൂട് തന്നെ വരവ് നോക്കിയൊക്കെ എവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ എവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് മൂടലല്ലേ കൊട്ടി അറിഞ്ഞ് പെയ്യുന്നുണ്ട് അവിടെ നമുക്കിങ്ങനെ കൊതിക്കാം മഴ എവിടെ പെയ്യുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പെയ്യും 2 ദിവസത്തിനുള്ളിൽ അല്ലേ അമ്മ ഇന്നലെ പറഞ്ഞല്ലേ കുമ്പത്തിൽ മഴ പെയ്ത കുപ്പയിൽ വെള്ളമാവുന്നു പിന്നെന്താവുക മഴ പെയ്ത മഴ പെയ്ത പിന്നെ എന്താണാവുക മഴ പെയ്ത കഥയല്ലേ പറഞ്ഞത്
കഴിവ്. ആ സ്വിച്ച് ഒന്ന് ഓഫാക്ക്. മെല്ലെ അയച്ചെടുക്കാം. ഷൂഷിന് വന്ന് നിക്കണ നൃത്തം കണ്ടോ? അത് പിന്നെ എന്റെ കുട്ടിക്ക് തന്നെ ജ്യൂസ് കുട്ടിക്ക് തന്നെയാണ് കേട്ടോ. അരിക്കണം, അല്ലെങ്കിൽ ഇതിത്തെ ഈ ചണ്ടി ചണ്ടി ഇങ്ങനെ ഒഴിക്കുക, ഒരു സ്പൂൺ എടുക്കുക, ഇട്ടടക്കുക. കുടിക്ക. അത് പൊന്നൂനല്ല അത്ര, പൊന്നൂന്റെ അമ്മയ്ക്കത്ര അത് പൊന്നൂനല്ല, പൊന്നൂന്റെ അമ്മയ്ക്കാണ്. അത് അമ്മ പറഞ്ഞത്, അച്ഛൻ പറഞ്ഞല്ല. അവിടെ എന്നെ തല്ലണ്ട. അതാ എത്ര അരിപ്പയാണ് ഇതിപ്പോ. നിങ്ങളുടെ ഒരു ജ്യൂസ് അടി കഴിയുമ്പോഴേക്കില്ലേ അടുക്കളയിൽ 4 ആൾക്ക് പണിയാക്കും കേട്ടോ. ഒരു 4 ആൾക്ക് പണിയാക്കും. എന്താണ് ചമ്മന്തി, മാങ്ങാ ചമ്മന്തി. കരിമ്പ് ജ്യൂസുമാരുണ്ടല്ലേ. അപ്പൊ നമ്മളിത് മിക്സ് ചെയ്യാം. കൊറേ മിക്സ് ചെയ്താലേ ഇതിന്റെ ചണ്ടി കിട്ടുള്ളൂ. പിന്നെ മിക്സ് ചെയ്ത് അതിന് എന്റെ മുണ്ടെന്ന് വിട്, എന്റെ മുണ്ടെന്ന് വിട്ടോ. പേരും ഇവിടെ പാക ജ്യൂസിന്റെ അത്യാവശ്യം ഒരൊറ്റ ആൾക്കാരാണ് തന്നെ. ഇന്നിപ്പോ അമ്മയ്ക്ക് സുഖമായിരിക്കും കേട്ടാ. അമ്മയ്ക്ക് ശിവരാത്രി. എന്താ പൊന്ന, എന്താണ് പേര്? കുട്ടിക്ക് നിന്റെ കുട്ടിക്ക് തന്നെയാണ് കേട്ടാ. അച്ഛൻ്റെ കുട്ടിക്ക് തന്നെയാണ് കേട്ടാ പേര് കേട്ടാ. ഓട്സ് ഒക്കെ തിന്നായി നല്ലല്ലേ. കൊടുക്ക്, അവന് കൊടുക്കണേ, അവന് കൊടുക്കണേ. അപ്പോൾ നമ്മളുടെ ജ്യൂസ് റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് ഒരു ജാറിലേക്ക് മാറ്റണം. മേമയ്ക്കും കൊടുത്ത, മേമയ്ക്കൊരു ക്ഷീണമുണ്ട്. മേമല്ലേ വേണ്ടാന്ന് പറഞ്ഞിട്ട് കൈ കാണിച്ചു കൊടുക്കും. കൈ മുറുക്കിയേ, കൈ മുറുക്കിയതിന്റെ ക്ഷീണത്തിലുള്ളത്. ജ്യൂസ് റെഡി. അതിന് കുറച്ച് കുടിച്ചു നോക്കിയൊക്കെ പല്ല് പൊളിക്കൽ എങ്ങനെയുണ്ടെന്ന്. പല്ല് പൊളിക്കണ്ടോ നോക്കി. പല്ല് പൊളിക്കലല്ല, മധുരം അധികമാവാൻ സാധ്യത അല്ലേ. നല്ല പഞ്ചാര തീറ്റയല്ലേ. കുടിച്ചോക്ക്. ഇത് ചേച്ചിനാള് പഞ്ചസാരുണ്ട്. എന്താ കക്കിയേ അടിപൊളി. ഇതെന്തത് മുഖത്ത് കൂടെ പുളിക്കേ? അതിന് കഴിക്കാന്നാണോ പറയാ? ഇനിയിപ്പോ ഇത് കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് ആറ്റാം. ഇതൊക്കെ മതി. എന്താ ജ്യൂസ് അടിച്ചല്ലേ? പഞ്ചാര വാങ്ങിട്ട് വലയും ഞാന് കേട്ടോ. മാങ്ങ കഴിഞ്ഞില്ലേ? മാങ്ങ കഴിഞ്ഞില്ലേ? ബാക്കി മാങ്ങ കളഞ്ഞോളൂ കേട്ടോ. മാങ്ങ കഴിഞ്ഞില്ലെങ്കിൽ ബാക്കി മാങ്ങ കളഞ്ഞോളും പറയാം. മക്കളില്ലേ? നമ്മ ചോറുണ്ടമ്മോ? നമ്മളൊന്ന് കടന്നു കഴിഞ്ഞല്ലേ മക്കള് ചോറും കൂടി ഒന്നില്ല കേട്ടാ. നീ കഴിച്ചാ? കണ്ട രാവിലെ കഴിക്കുക പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ കഴിച്ചാ. പിന്നെ ഞാൻ പാരസിറ്റമോൾ കഴിച്ചിട്ട് അങ്ങനെ കടന്നിട്ടാ. എന്താന്ന് ഉച്ചക്ക് ചോറും കൂട്ടാനൊക്കെ വെച്ചിരുന്നു. രാവിലെ അമ്മ കുടിച്ചിട്ട് പറയേ ചിലപ്പോ ഛർദിക്കാൻ വരും. ഛർദിക്കാൻ വന്നതിനുണ്ടല്ലോ.
അത് ഞാൻ പഞ്ചാര ഇടണ്ടാന്ന് പറഞ്ഞാ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടോ വെച്ചിട്ടാ, പക്ഷെ കുറച്ച് മധുരം കമ്മിയുണ്ട്. ഞാൻ പഞ്ചാര ഇടണ്ടാന്ന് പറഞ്ഞു. അതിന് കയ്പുണ്ടെന്ന് പഞ്ചാര രസല്ലേ? ആ എൻ്റെ കുട്ടി ഉണ്ടാക്കിയതാണ്, നന്നായിട്ടുണ്ട്. ഇതാ കണ്ടേട്ടാ, എന്നാലും നല്ല സൂപ്പറാണ് ഇത്. കുറച്ച് പഞ്ചസാര കുറവല്ലുള്ളൂ. ഇഞ്ചിയുടെ നല്ല ചൊയ്, മാങ്ങയുടെ നല്ല ചൊയൊക്കെ ഉണ്ട് കേട്ടോ. സുഗിനിക്ക് കുടിച്ചില്ലേടി? ഞാനൊക്കെ അവിടെ ഒരു ആ ചമ്പ് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലെടുത്ത് വെക്കി കുഞ്ഞച്ഛന്. അത് ഫുള്ള് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ മക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ? ഒന്നൊന്നര പണിയല്ലേ? എന്താ ഇങ്ങനെ തൊള്ളിടുന്നത്? അപ്പൊ നമ്മൾ നാളെ പിരിവ് എടുത്തിരുന്നില്ലേ? നമ്മൾ നാളെ നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു കുട്ടി, കാർത്തികേയൻ പറഞ്ഞിട്ടുള്ള 8 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ആ വീഡിയോ ചെയ്തിട്ട് കുറേ പേര് ആ കുട്ടീനെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടും ഒരുപാട് പേര് സഹായിച്ചു. അതാണ് പറയണത്, അവരോട് ഒരുപാട് നന്ദി. അതിനുള്ള പൈസ കിട്ടിയിട്ടോ. അപ്പൊ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു, നാളെ എന്താ അത് പൈസ കൊടുക്കുകയാണ്, അതിന്റെ കൈമാറ്റം നാളെയാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ ചേച്ചി എന്തായാലും വരണം, ചേച്ചി ഏട്ടനും വരണം. നാളെ 9 to 1 മണി വരെയൊക്കെയാണ് ഇത്ര പരിപാടി. പെരുങ്ങോട് എന്താ ഓഡിറ്റോറിയത്തിന്റെ പേര്? പെരുങ്ങോണ്ട് ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. ആ കുട്ടിയുടെ ചികിത്സയ്ക്കുള്ള പൈസ ലഭിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ തീരെ ഇപ്പോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി അസുഖങ്ങളായി വലയുന്ന കുറേ പേർക്കല്ല, തെരഞ്ഞെടുക്കണ കുറച്ച് പേർക്ക് ധനസഹായം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങളും അതിലൊരു ഭാഗമായതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. കാരണം നമ്മളത് പറഞ്ഞപ്പോൾ നിങ്ങളത് ഉള്ളത് ഒരു 10 രൂപയെന്ന് വെച്ചാൽ എടുത്ത് കൊടുക്കാനൊരു മനസ്സ് കാണിച്ചില്ലേ? 10 രൂപ എന്നല്ല, വലിയൊരു ഫണ്ടാണ് കിട്ടിയത്. അല്ല, നമ്മൾ പറയും ഓരോരുത്തരിപ്പോ തരികയാണ് എല്ലാവർക്കും 1 രൂപ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മുതൽ എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം ആ കുട്ടി രക്ഷപ്പെട്ട് നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ നമുക്ക് എന്താ എന്നും ഒരു നമുക്ക് എല്ലാവർക്കും അഭിമാനം അല്ലേ സുകന്യെ? എന്തൊന്നും മിണ്ടാത്ത അപ്പോ എന്താ ഒരു അഭിമാനല്ലേ നമുക്ക്? അപ്ഡേറ്റ് ഒന്നും പിന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുട്ടിയുടെ പരിപാടി കഴിഞ്ഞ ശേഷം പിന്നെ എന്തായി ഏതായി എന്നൊന്നും കുറച്ച് മാറ്റം കുട്ടിക്ക് ഉണ്ടെന്ന് പറയുന്നു. ഇന്നലത്തോടെയാണ് 1 ഡോസ് മരുന്ന് കംപ്ലീറ്റ് ആയത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെതായ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ കുട്ടിക്കുണ്ട്. അപ്പോൾ നമ്മളിത് വീഡിയോയിൽ പറയാതിരുന്നു കഴിഞ്ഞാൽ അത് മോശമല്ലേ? കാരണം എന്തായാലും ഇത് എന്തെങ്കിലും ആയിട്ട് നമ്മൾ പറയാമെന്ന് വിചാരിച്ചാണ്. ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ, ആ കുട്ടിയുടെ അസുഖം മാറി വരട്ടെ. കാരണം നമ്മുടെ വീഡിയോയിൽ ആ കുട്ടി തുള്ളിക്കളിച്ച് നമുക്ക് കാണിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അല്ലേ? നമ്മുടെ അതല്ല ഇപ്പം ഇവിടെ കുഞ്ഞിന്റെ പ്രായമല്ലോ, അപ്പൊ നമുക്കതൊരു സന്തോഷം. അവന് 8 വയസ്സ്. 9 ആയിട്ടില്ല. വയസ്സനായി. ഇപ്പത്തെ കുട്ടികളില്ലേ, നമ്മൾ പറഞ്ഞതല്ല, അവരുടെ കണക്കിൽ എന്താണോ പ്രായം അതാണ് അവർ പറയുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കും, മഴ നാളെയാണ് വെച്ചാല് മഴ ചാറിയില്ലേ? മഴ ചാറിയില്ലേന്ന് പറ എടുക്കാന് നാളെ വരും കേട്ടോ. അപ്പോൾ എന്താ ചാണകമൊക്കെ മെഴുകണം വിചാരിച്ചാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ.